ഹലോ എൻ്റെ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? സന്തോഷത്തിലാണോ എല്ലാവരും? സന്തോഷമായാലും ദുഃഖമായാലും പറ്റുമെന്നുണ്ടെങ്കിൽ എന്നോട് പങ്കുവെക്കാം. മെസ്സഞ്ചർ വഴിയോ അല്ലാതെയോ ഒക്കെ പങ്കുവെക്കാം കേട്ടോ. അതാണല്ലോ സുഹൃത്തുക്കളുടെ ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ. ഇന്ന് നമുക്ക് കൊടുത്തും പിടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷേ സ്നേഹം, കരുതൽ, ഇതൊക്കെ നമുക്ക് സുഹൃത്തുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞാൻ ഇന്നിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 24-ാം തീയതിയാണെന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. 24 എൻ്റെ ഒരു ഇത്. അപ്പം അന്ന് ഞാനൊരു വീഡിയോ, മാർച്ച് 24-ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. മാമ്പഴം, എനിക്ക് ചേച്ചി കുറച്ച് മാമ്പഴം തന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ ഒരു കണ്ടെയ്നറിനകത്ത് എങ്ങനെയാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നത്, അല്ലെ സൂക്ഷിച്ച് വെച്ചിരുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞിരുന്നത് 2 ആഴ്ച എന്തായാലും ഇതിരിക്കും എന്ന് പറഞ്ഞ്. ഇപ്പം 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് 2-3 ആഴ്ച ആയില്ലേ ഇപ്പം അത്. അപ്പോൾ ഇന്ന് ഞാനത് എടുക്കുക, മാങ്ങ. കാരണം അമ്മയ്ക്ക് ഇന്ന് മാമ്പഴ പുളിശ്ശേരി വേണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് ഇതതിന് പറ്റിയ മാങ്ങയാണല്ലോ, അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിത് എടുത്തതാണ്. നമുക്കപ്പോൾ ഇതൊന്ന് തുറക്കാം. ആ വെച്ച പോലെ ഇരിക്കുക. ഹായ്, കണ്ടോ? അതുമാതിരി തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ എല്ലാ വർഷവും സൂക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഞാൻ സൂക്ഷിക്കും. മഴക്കാലത്തേക്ക് വേണ്ടിയിട്ടും നമുക്കില്ലാത്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഒരു കരുതലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇത് കണ്ടില്ലേ. ഇപ്പം ഞാനത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നല്ല മാമ്പഴമായിരിക്കണം. ഒട്ടും ജലാംശം നമ്മൾ വെക്കുമ്പോഴും ഉണ്ടാകാനും പാടില്ല. കഴുകി നല്ല വൃത്തിയായിട്ട് തുണി വെച്ചൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മൾ വെക്കുമ്പം ഇതുപോലെ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ നമ്മൾ വെക്കാൻ നോക്കണം. കാരണം ഈർപ്പം അതങ്ങ് പിടിച്ചെടുത്തോളൂ. അതുകൊണ്ട് അപ്പോൾ കണ്ടില്ലേ മാങ്ങ ഇത്ര ഇപ്പോഴും അതേപോലെ തന്നെ ഫ്രഷായിട്ടിരിക്കുക ആ മാങ്ങ. കണ്ടില്ലേ? നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഞാനിത് പറഞ്ഞാൽ എനിക്ക് വിശ്വസിപ്പിക്കണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ, എല്ലാവരും വീണ്ടും വീണ്ടും കരുതലുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്. കാരണം നിങ്ങളുടെയൊക്കെ വീടുകളിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല നാടൻ മാങ്ങ ആയാലും അല്ലാത്ത മാങ്ങയെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തീർന്നു പോകും. നമുക്ക് പക്ഷേ നമ്മൾ സൂക്ഷിച്ച് കുറച്ചാൾ വെച്ചേക്കാമെങ്കിലോ അതിൻ്റെ ആ സമയം കഴിയുമ്പോഴും നമുക്കെടുത്ത് ഉപയോഗിച്ചൂടെ? അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് മാങ്ങ വീട്ടിലുള്ളവർ, നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കിട്ടുന്ന അത്രയും സുരക്ഷിതമായിട്ട് നമുക്ക് ഫുഡ് വേറെ എങ്ങൂന്നും കഴിക്കാൻ പറ്റത്തില്ല. ഒരു സാധനങ്ങളും, പച്ചക്കറി ആയാലും അപ്പം ഇതുപോലെ ഫ്രൂട്ട്സ് ആയാലും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യനെ. നല്ല വിശ്വാസമില്ലാത്തവരെ നമുക്ക് അടുപ്പിക്കാതെ ഇരിക്കുക. കാരണം അതാണ് നമ്മൾ വേണ്ടത്. ഇല്ലെങ്കിൽ ചതിക്കപ്പെടുമെന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യത്തിലായാലും ഇതുപോലുള്ള സാധനങ്ങളുടെ കാര്യമായാലും ഒക്കെ അങ്ങനെ തന്നെ. വെളിയിൽ നിന്ന് വരുന്ന സാധനങ്ങളൊന്നും നമുക്കധികം വിശ്വസിക്കാൻ പറ്റത്തില്ല. വീട്ടുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് തരുന്ന മാങ്ങയാണെങ്കിലും നമുക്ക് വിശ്വസിക്കാം ആ വീട്ടിലെയാണെന്ന് കൂട്ടാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളെന്തിനാ എത്ര നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ മാമ്പഴ കാലമാണ്, അതുകൊണ്ട് അതൊക്കെ ശേഖരിച്ച് വെക്കാൻ നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.